പൂരം കാണാൻ പോയ എച്ച്.ആർ ഫാമിലിക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് പൂഴിയിട്ട താഴെ വീഴില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മണ്ണാർക്കാട് പൂരം പൊതുവേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. തുടങ്ങിയ അന്ന് മുതൽ കഴിയുന്ന അന്ന് വരെയും ഇത് തന്നെയായിരിക്കും അവസ്ഥ. പക്ഷേ ഇന്ന് പതിവിൽ കൂടുതൽ തിരക്ക് കൂടുതലാണ് കേട്ടോ. ഇന്ന് നാടൻ പാട്ടായതുകൊണ്ടാണോ എന്താണ് എന്നറിയില്ല, നല്ല തിരക്കുണ്ടെന്ന്. പക്ഷേ ഭാഗ്യം കൊണ്ട് നമുക്ക് എന്ത് പറ്റി, നമ്മുടെ ആറാട്ട് കൊട്ടി പുറപ്പെട്ട് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റി കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്തല്ല, അങ്ങോട്ട് കടവിൻ്റെ അങ്ങോട്ട് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുൻപ് നമ്മൾ കടവ് വരെ ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് കടവിൻ്റെ അടുത്തേക്ക് എത്തുന്തോറും തിരക്ക് കുറയുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ കടവിൻ്റെ അവിടെ പോലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കാര്യമായിട്ട് നമ്മൾ അവിടെ നിന്നില്ല, വേഗം തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് നേരെ പുറകോട്ട് വന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ അവിടെ വന്ന് നിൽക്കുവാണ് ഇപ്പോൾ നമ്മൾ. അവിടെ നിന്നാണ് നമ്മൾ ആറാട്ട് കണ്ടത് കേട്ടോ. കടവിൻ്റെ അവിടെ പോയപ്പോഴും പിന്നെ പൊതുവേ ഇന്ന് പൂരത്തിന് പോയിട്ട് ആകെ സംഭവിച്ചൊരു കാര്യം ഇതാണ് കേട്ടോ. ഓരോ പീസ് മാങ്ങ വാങ്ങിച്ച് കഴിച്ചു, പിന്നെ ഐസ്ക്രീമും. മാങ്ങ വാങ്ങിച്ചപ്പോൾ ഞാനും പൊന്നൂസും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹരിയേട്ടൻ വാങ്ങി തന്ന ആൾ ഹരിയേട്ടൻ നേരത്തെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇടയിൽ വന്ന ആളിങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ഒരു പീസ് കടിക്കാൻ കൊടുത്തതാണ്. ആൾ മൊത്തമായിട്ട് വലിച്ചെടുക്കാൻ നോക്കിയതാണ് കേട്ടോ. അതിൻ്റെ ഞെട്ടലിലാണ് ഞാൻ പെട്ടെന്ന് കേട്ടോ. പിന്നെ ഞാനും പൊന്നൂസും ഓരോ ഐസ്ക്രീമും കഴിച്ചു. ഇതാണ് ഇന്നത്തെ നമ്മുടെ പൂരക്കാഴ്ച കാര്യമായിട്ടുണ്ടായത് കേട്ടോ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തോണിയിൽ കയറി ഇരിക്കാനും ഇതിലിങ്ങനെ ആടാനൊന്നും കഴിയില്ലെങ്കിലും താഴെ നിന്നിട്ട് ഈ തോണിയിൽ കയറി ഇങ്ങനെ പേടിച്ച് കൂക്കുന്നവരെ പറ്റിയിട്ട് കുറ്റം പറയാൻ നമുക്ക് നന്നായിട്ട് അറിയാലോ. എന്തിനാ പിന്നെ ക്യാഷ് കൊടുത്ത് ഇതിൽ കയറാൻ പോയേ, ഇപ്പോൾ കയറിയിട്ട് എന്തിനാ ഇങ്ങനെ കിടന്ന് കൂക്കുന്നത് നിലവിളിക്കുന്നത് എന്നൊക്കെ കുറ്റം പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അപ്പോൾ അതെന്തായാലും താഴെ നിന്നുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വിശേഷവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. പോലെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോസും നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാകുന്നവർ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ കൂട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ള സപ്പോർട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എച്ച്.ആർ ഫാമിലിയിൽ നിന്നും ബൈ.